A+ട്യൂബിലേക്ക് സ്വാഗതം. ഗൗരവമുള്ള ഒരു എപ്പിസോഡാണ്. പൂർണ്ണമായും കാണണം, സ്കിപ്പ് ചെയ്യരുത്. ജീവിതത്തിൽ നിങ്ങൾ തോറ്റുപോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ ഒരു എപ്പിസോഡാണിത്. സാമ്പത്തികമായി മാത്രമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പല കാരണങ്ങളാലും ജീവിതത്തിൽ നമ്മൾ തോറ്റുപോകും. എങ്ങനെയൊക്കെ നമ്മൾ തോറ്റുപോകും? വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ട് ജീവിതത്തിൽ ചിലപ്പോൾ തോറ്റുപോയേക്കാം. ചിലപ്പോൾ ഒരു വിവാഹബന്ധത്തിൻ്റെ ചില വൈഷമ്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ തോറ്റുപോയേക്കാം. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ സ്വസ്ഥത ഇല്ലാത്തതിൻ്റെ കാരണത്താൽ നിങ്ങൾ തോറ്റുപോയേക്കാം. പക്ഷേ ഇതിനെയെല്ലാം മറികടക്കാൻ ഉതകുന്ന ചില ജീവിത ശൈലികളുണ്ട്. അത് മറ്റ് എപ്പിസോഡുകളിൽ പറയാം. ഇന്ന് പ്രധാനമായും പറയുന്നത്, നിങ്ങൾ ഒരു കുടുംബമായി കഴിഞ്ഞാൽ, നിങ്ങൾ അതിലെ ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ ആയി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാകാൻ, സാമ്പത്തിക ഭദ്രത ഉണ്ടാകാൻ, ഒരിക്കൽ പോലും ഒരാളുടെ മുമ്പിലും കൈനീട്ടാതിരിക്കാൻ, നിങ്ങൾക്ക് ജയിച്ചു കയറാൻ, കുടുംബജീവിതം ജയിച്ചു കയറാൻ സമ്പത്ത് ഒരു ഘടകം തന്നെയാണ്. അല്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. സമ്പത്തും ഒരു പ്രധാന ഘടകമാണ്. അതിലൊക്കെ നമുക്ക് മുന്നിൽ നിൽക്കാൻ കഴിയുന്ന 7 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ 7 കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് ആത്മധൈര്യത്തോടു കൂടി തന്നെ ഈ എപ്പിസോഡ് നിങ്ങളുമായി പങ്കുവെക്കാൻ കഴിയുന്നത്. വിവാഹത്തിന് ശേഷം അല്ല, അതിനു മുമ്പേ തന്നെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ചില പ്ലാനിങ് ഞാൻ ശീലിച്ചിരുന്നു എന്നുള്ളതാണ്. വ്യക്തിപരമായി തന്നെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇതിനകത്ത് നിന്നുകൊണ്ട് എനിക്കൊരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നത് കൊണ്ട് എനിക്ക് സ്വസ്ഥതയുണ്ട്, എനിക്ക് പ്രശ്നങ്ങളില്ല. സാമ്പത്തികപരമായി കഴിയുന്നിടത്തോളം ഞാൻ ഏറ്റവും നന്നായി തന്നെ ഒരു മാനേജ്മെൻറ്റിലേക്കാണ് കുറേ വിവാഹത്തിന് ശേഷം മുതൽ ഞാൻ ആരംഭിച്ചിട്ടുള്ളതും ഈ സമയം വരെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതും. ഞാൻ ശീലിച്ച ആ കാര്യങ്ങൾ ഞാൻ ശരിക്കും പറഞ്ഞ സ്വയം തോന്നി എന്നൊന്നും അവകാശപ്പെടുന്നില്ല. പല തരങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങളും പല ഇൻസ്ട്രക്ഷനും, ചില എക്കോണമിക്കൽ ഏരിയയിൽ നിന്ന് എനിക്ക് കിട്ടിയ ചില അഡ്വൈസും, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ചില എക്സ്പെർട്ടുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അസസ് ചെയ്തിട്ട് അതിൻ്റെ ഭാഗമായി സ്വീകരിച്ചുള്ള നടപടികളാണ്. അത് ഒന്നൊന്നായി ഞാൻ പറയാം. നിങ്ങളത് ശീലിക്കുക. അത് ശീലിച്ചില്ലെങ്കിൽ, അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്നും ദരിദ്രനാകും. ദരിദ്രനായി ജനിക്കുന്നത് പാപമല്ല, പക്ഷേ ദരിദ്രനായി നിങ്ങൾ മരിച്ചാൽ അത് മഹാപാപമാണ്. നിങ്ങൾ അനുഭവിച്ച ദാരിദ്ര്യം നിങ്ങളുടെ തലമുറകളിലേക്ക് കൈമാറപ്പെടരുത് കേട്ടോ. അത് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം. ഈ ദാരിദ്ര്യം തലമുറകളിലേക്ക് കൈമാറപ്പെടാനുള്ളതല്ല എന്ന് ആദ്യം തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ ദാരിദ്ര്യം അനുഭവിച്ച വ്യക്തിയാണെങ്കിൽ നമ്മളെ കുട്ടിക്ക് അത് ഉണ്ടാവരുത്. അത് ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ചില പ്ലാനിങ് വേണം. അപ്പം അതെന്താണ് എന്നുള്ളതാണ് ഈ 7 കാര്യത്തിലൂടെ ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടാവണം. ഒരു ഹോം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ പലരും അയ്യോ ഇതൊരു എന്ത് ബഡ്ജറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ദാരിദ്ര്യം മാറുമോ, എൻ്റെ വിഷമം മാറുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഈ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കാണുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊരു ഡയറി വേണം. നിങ്ങളുടെ വീട്ടിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഡയറി. നിങ്ങൾക്ക് 100 രൂപ കൊടുത്താൽ കിട്ടും. സാധാരണ ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പലരും ഈ പുതിയ ഡയറികൾ സ്പോൺസർ ചെയ്യാറുണ്ട്. ആ ഡയറി തന്നെ വേണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഒരു കുട്ടിയുടെ നോട്ട് ബുക്ക് എടുത്താൽ മതി. ഒരു കുട്ടി എഴുതിയിട്ട് കുറേ പേജുകൾ ബാക്കി വേണമെന്ന് മാത്രം ആ നോട്ട് ബുക്ക് നിങ്ങൾ എടുക്കുക. അത് നിങ്ങളുടെ വീട്ടിൻ്റെ ഒരു ബഡ്ജറ്റാണ്. ഈ ബഡ്ജറ്റിൽ നിങ്ങൾ എഴുതി വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്പർ 1, നിങ്ങളുടെ വീട്ടിൽ ഒരു മാസത്തെ വരുമാനം എത്രയാണ്? നിങ്ങൾ ഏത് തരം ജോലിയുള്ള ആളാകട്ടെ, സർക്കാർ ഉദ്യോഗസ്ഥനാകട്ടെ, നിങ്ങൾ കൂലിപ്പണിക്ക് പോകുന്ന ആളാകട്ടെ, സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്കാരനാകട്ടെ, ആർക്കും ഒരു വരുമാനം ഉണ്ടാവുമല്ലോ. നിങ്ങൾ കുടുംബശ്രീപ്പെട്ട ആളാണെങ്കിൽ അത് ചെയ്യൂ. നിങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട ആളാണെങ്കിൽ അത് ചെയ്യൂ. നിങ്ങളുടെ വീട്ടിൻ്റെ വരുമാനം നിങ്ങളൊരു പുസ്തകത്തിൽ എഴുതി വെക്കൂ. ഒരു മാസം എത്ര വരുമെന്ന് നിങ്ങൾക്കറിയാം. സാധാരണ രീതിയിൽ ഒരു മാസം നിങ്ങൾക്ക് വരുന്നത് ആദ്യം എഴുതുക എന്ന് പറഞ്ഞാൽ വരവ്. രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾ കണക്കുകൂട്ടി എഴുതണം. എങ്ങനെ? ഒരു മാസത്തെ ചെലവ് എത്ര വരുന്നു. ചെലവുകൾ നിങ്ങൾ ആദ്യം, നിങ്ങൾ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ, യോജിപ്പിലാണെങ്കിൽ, ഒരു ടീമാണെങ്കിൽ, അങ്ങനെ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരു ടീം ആയിട്ടല്ല ഒരു വീട്ടിൽ പോകുന്നതെങ്കിൽ
ധും, ആ വീടിൻ്റെ കാര്യം ഒന്നും പറയണ്ട, മക്കളുടെ കാര്യം ഒന്നും പറയണ്ട, കയറൂരി വിട്ടതുപോലെ നിങ്ങളുടെ കുടുംബം ഛിന്ന ഭിന്നമായി പോകും. ഭാര്യയും ഭർത്താവും ഒറ്റ ടീമായി നിൽക്കുമ്പോഴാണ് കുടുംബമാകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ അത് മറ്റൊരു വിഷയത്തിൽ പറയാനുള്ളതാണെങ്കിൽ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിരുന്നു കൊണ്ട് നിങ്ങളുടെ വീട്ടിലെ ചിലവ് എഴുതുക. ഒരു ദിവസം ചിലവ് എത്ര വരുന്നു, വെജിറ്റബിൾസ് വാങ്ങുന്നെങ്കിൽ എത്ര വരുന്നു, ഫിഷ് വാങ്ങുന്നെങ്കിൽ എത്ര വരുന്നു, ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ മീറ്റ് ഇറച്ചി വാങ്ങുന്നെങ്കിൽ എത്ര വരുന്നു, നിങ്ങൾക്ക് ഒരു മാസം പിന്നെ ഈ ഗ്യാസിന് വേണ്ടി നിങ്ങൾ എത്ര തുക ചിലവഴിക്കേണ്ടി വരുന്നു, ഇലക്ട്രിസിറ്റി ചാർജായിട്ട് എത്ര വരുന്നു, വാട്ടർ ചാർജ് എത്ര വരുന്നു, ഒരു മാസത്തെ കണക്ക് നിങ്ങൾ കൃത്യമായി എഴുതി വെക്കുക. അപ്പോൾ വരവായി ചിലവായി. അപ്പോൾ ഒരു ദിവസത്തെ കണക്കെടുത്താൽ ഇൻറ്റു നിങ്ങൾക്ക് 30 ഡേയ്സ് എന്ന് വെക്കുമ്പോൾ ഒരു മാസത്തെ ചിലവും നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ വരവായി ചിലവായി. ഇനി നിങ്ങൾക്ക് ആ ആദ്യത്തെ ബഡ്ജറ്റിനകത്ത് എഴുതി വെക്കേണ്ട ഒന്ന്, ബാലൻസ് എത്രയാണ്, എത്ര തുക ഇതിൽ നിന്നും ബാലൻസ് വരുന്നു. ബാലൻസ് വരുന്നില്ല എങ്കിൽ ബാലൻസ് വരുത്താൻ ഉതകുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്ലാനിങ്ങിൽ വ്യത്യാസം വരുത്തണം. കുറച്ചെങ്കിലും നിങ്ങൾക്ക് പോകണം. നിങ്ങളുടെ എല്ലാവർക്കും അങ്ങനെയൊന്നും അത്ര വലിയ കഷ്ടപ്പാടുകളൊക്കെ ഉള്ളവരുണ്ട് കേട്ടോ. എന്നാലും ഞാൻ അതിനെ കുറ്റം പറയുന്നില്ല. എന്നാലും ഒരു മിഡിൽ ക്ലാസ്സുകാർക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങൾ ബഡ്ജറ്റായി, ഈ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ കുടുംബ സംവിധാനം കറക്റ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ അത് ഞാൻ തുടർന്ന് വരുന്നുണ്ട്, അത് പറയാം. ആദ്യം നിങ്ങൾക്ക് വീടിൻ്റെ ഒരു പ്ലാനായി മനസ്സിലായി. എൻ്റെ വീട്ടിൽ മാസം ഇത്രയാണ് വരുന്നത്, എൻ്റെ വീട്ടിൽ മാസം ഇത്രയാണ് ചിലവ് വരുന്നത്, ഞങ്ങൾക്ക് മാസം ഇത്രയാണ് ബാക്കിയുള്ളത്. ഇത് നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചറായി നിങ്ങൾക്ക് കിട്ടും. ഇനി മറ്റൊന്ന് നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് കടം വാങ്ങേണ്ടി വന്നാൽ നിങ്ങളെ കൊണ്ട് തിരിച്ചടയ്ക്കാൻ കഴിയുന്ന തുകയല്ലാതെ ഒരു രൂപ പോലും നിങ്ങൾ കടമായി വാങ്ങരുത്. തിരിച്ചടയ്ക്കാൻ എത്ര നിങ്ങൾക്ക് കഴിയും അത് മാത്രം നിങ്ങൾ കടമായി വാങ്ങുക. കൊടുക്കാൻ പറ്റുന്നത് മാത്രം വാങ്ങുക, തിരിച്ചടയ്ക്കാൻ പറ്റുന്നത് മാത്രം വാങ്ങുക. ഇവിടെ പല ആളുകൾക്കും എന്നോട് ദേഷ്യം വരും. അങ്ങനെയൊക്കെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ജീവിക്കാൻ പറ്റും. തിരിച്ചടയ്ക്കാൻ കഴിയാത്ത കടം നിങ്ങൾ എടുത്താൽ, ബാങ്കിൽ നിങ്ങൾ ലോൺ എടുക്കുന്നു, യാതൊരു പിന്നെ പ്ലാനിങ്ങും ഇല്ലാതെ ലോൺ എടുക്കുന്നു, തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുന്നു, എന്ത് ചെയ്യും? നിങ്ങളുടെ കുടുംബം ജപ്തി ചെയ്തു കൊണ്ട് പോകും. അപ്പം മാത്രമല്ല, ഇത് ഓർക്കാൻ മുന്നോടിയായിട്ട് നിങ്ങൾ ഓർക്കുക, ആരിൽ നിന്നും കടം വാങ്ങിച്ചാലും എന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റും, എങ്ങനെ പറ്റും എന്ന് വ്യക്തമായൊരു ധാരണ മനസ്സിൽ ഉണ്ടാക്കണം. പലിശയ്ക്ക് കടം വാങ്ങാൻ പോകുമ്പോൾ ഓർക്കണം, അതിൻ്റെ പലിശ കൂടെ ചേർത്ത് എനിക്ക് എന്ന് കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു ധാരണ വേണം. കടം വാങ്ങാൻ എളുപ്പമാണ് കേട്ടോ, കടം തിരിച്ചു കൊടുക്കാനാണ് ബുദ്ധിമുട്ട്. കടം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് വലിയ സന്തോഷം മുഖത്ത് കാണും, തിരിച്ച് ചോദിക്കാൻ ആൾ വരും എന്ന ഓർമ്മ വേണം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. മൂന്നാമത്, നിങ്ങൾക്കൊരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വേണം. എന്തെങ്കിലും ഒരു തുക നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം. പലിശ നിരക്കിലുള്ള പല പദ്ധതികളുണ്ട്. പോസ്റ്റ് ഓഫീസിലില്ലേ എന്തോരം സ്കീമുകളുണ്ട്. ചിട്ടി ചേർന്നൂടെ? നിങ്ങൾക്ക് ഒരു റിക്കറിംഗ് ഡിപ്പോസിറ്റ് നിങ്ങൾക്ക് തുടങ്ങിക്കൂടെ? ഒരു RD ഡിപ്പോസിറ്റ് ചെറിയ തുകകൾ കൊടുത്ത് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം. നിങ്ങൾ അറിയില്ല, ഒരു മാസം ചെറിയ തുക കൊടുക്കുമ്പോൾ ഒരു കൊല്ലമാകുമ്പോൾ ആ തുക എത്രയാകും നമ്മൾ അറിയാതെ ആ തുക ഇട്ട് പോകും. അത് അല്ലാതെ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തത് കൊണ്ട് നമ്മൾ ഓക്കെ ആകണമെന്നില്ല. നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം വേണം. അതിന് വളരെ ബെസ്റ്റായിട്ടുള്ള നിരവധി സ്കീമുകളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറയാം. പക്ഷേ എന്തായാലും ഒരു പദ്ധതി നിങ്ങൾക്ക് വേണം, ഒരു സേവിങ് പ്ലാൻ നിങ്ങൾക്ക് വേണം. അത് എന്തിനാണെന്നോ, നിങ്ങൾക്ക് അടിയന്തര ഘട്ടത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഈ പ്ലാൻ സഹായിക്കും. നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. അത് നിങ്ങൾ വീട്ടിനകത്ത് കൂട്ടി വെച്ചാൽ ഞാനത് യോജിക്കില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആവശ്യത്തിന് അതിൽ നിന്ന് എടുത്തു പോകും. മറ്റൊരിടത്ത് സേഫായിട്ട് വെച്ചാൽ ഓർക്കുക, എപ്പോഴാണ് ഒരു ആക്സിഡൻറ്റ് നമുക്ക് പറ്റുന്നത്, എപ്പോഴാണ് ഒരു മെഡിക്കൽ പിന്നെ നീഡ്സ് നമുക്ക് വരുന്നത്, ഒന്നും പറയാൻ പറ്റാത്ത ഒരു ജീവിതമാണ് നമുക്കുള്ളത്. എപ്പോഴും എന്തും സംഭവിക്കാം. അപ്പോൾ ആ സമയത്ത് ഓടാൻ നാട്ടുകാരുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തും അയൽക്കാരെടുത്തും കൈനീട്ടി ഓടണ്ട. നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. എന്തിനാണ്? എമർജൻസിക്ക് എടുക്കാൻ കഴിയുന്ന ഒരു സേവിങ്സ്, അത്യാവശ്യ ഘട്ടത്തിൽ എടുക്കാൻ കഴിയുന്ന ഒരു സേവിങ്സ് അവിടെ നിന്നോട്ടെ. ഇനി വേറൊന്ന്,
അടുത്ത് പ്രത്യേകിച്ച് സർക്കാർ ജോലിയോ പൊതുമേഖലാ സ്ഥാപനത്തിലോ സ്വകാര്യ സ്ഥാപനത്തിലോ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം അറിഞ്ഞിരിക്കുക, നിങ്ങൾക്കൊരു റിട്ടയർമെൻറ്റ് ദിവസം വരും. നിങ്ങളുടെ ഓഫീസിൻ്റെ പടിക്കെട്ടി ഇറങ്ങേണ്ടി വരും. സർക്കാർ ജീവനക്കാരനാണെങ്കിൽ 56-ൽ നിങ്ങൾ സർക്കാർ ഓഫീസിൻ്റെ പടിക്കെട്ട് ഇറങ്ങണം. സ്വകാര്യ സ്ഥാപനത്തിലാണെങ്കിലും 60 വയസ്സാകാം, ചിലപ്പോൾ 65 ചിലപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യമില്ല എന്ന് അവർക്ക് തോന്നിയാൽ അപ്പോഴായിരിക്കാം. ഒരു ദിവസം നിങ്ങൾ ഒഴിഞ്ഞു കൊടുത്തേ പറ്റൂ. അപ്പോൾ പിന്നീട് എങ്ങനെ ഒരു മാസ വരുമാനം കിട്ടിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് മാറുന്നു. സർക്കാർ ജീവനക്കാരന് ബുദ്ധിമുട്ടില്ല, അവന് പെൻഷൻ, അതിൻ്റെ കുറച്ച് തുക പെൻഷനെങ്കിൽ കിട്ടും എന്ന് ആശ്വസിക്കാം. മറ്റുള്ള ആളുകൾ അത് ഓർത്തിരിക്കണം. പെൻഷനൊന്നും ഇല്ലാത്ത ഒരുപാട് സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾക്കൊരു റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ജീവിതത്തിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവണം. അതിന് എന്ത് ചെയ്യണം എന്നത് നിങ്ങൾ തീരുമാനിക്കുകയും വേണം. ഇനി ചിലവാണ് അടുത്ത നിങ്ങൾ ഓർക്കാനുള്ള 5-ാമത്തെ കാര്യം, 6-ാമത്തെ കാര്യമാണ്. നിങ്ങൾ സമ്പാദിക്കുന്നതിനേക്കാളേറെ നിങ്ങൾ ചിലവാക്കാൻ പോകരുത്. നിങ്ങളുടെ ബഡ്ജറ്റ് ആദ്യം പറഞ്ഞല്ലോ, ആ ബഡ്ജറ്റിലെ ചിലവുകൾ ക്രമീകരിച്ച് കഴിഞ്ഞാൽ അതിനപ്പുറം നിങ്ങൾ കാല് നീട്ടി വെച്ച് കളയരുത് എന്ന് നിങ്ങൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. അതായത് നിങ്ങളുടെ ഷൂസിനകത്ത് കൊള്ളുന്ന തരത്തിലുള്ള ഒരു കാലാണ് നിങ്ങൾക്കുള്ളത്. ആ കാല് അനുസരിച്ചിട്ടുള്ള ഷൂസ് നിങ്ങൾക്ക് മതി. അപ്പോൾ ചിലവ് അതനുസരിച്ച് വരുമാനത്തിൽ ജീവിക്കാൻ പഠിക്കുക. കടം വാങ്ങാതെ വരുമാനത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായി അല്ലെങ്കിൽ ഒരു കുടുംബമായി നിങ്ങൾ മുന്നോട്ട് പോകുക. നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ചിലവഴിക്കണ്ട. സിനിമ കാണണം, കടം വാങ്ങിച്ച് സിനിമയ്ക്ക് പോകണ്ട. അത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു വിവാഹാവശ്യത്തിന് നിങ്ങൾ കുറേ കടം കൊടുക്കണം, ഒരു കോംപ്ലിമെൻറ്റ് കൊടുക്കണം. നിങ്ങൾക്കുള്ളത് കൊടുക്കുന്നേ. നിങ്ങൾക്കില്ലാത്തത് നിങ്ങൾ കടം വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്ത് ആളാകാൻ പോകുന്നത് എന്തിനാ? നിങ്ങൾ ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഡ്രസ്സ് എടുക്കാൻ കാശില്ല, എടുക്കണ്ടെന്നേ. നേരത്തെ ഉണ്ട്, കഴിഞ്ഞ കല്യാണം ഏതെങ്കിലും കല്യാണത്തിന് വാങ്ങിച്ച ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകണം. ഭക്ഷണമായാലും വസ്ത്രമായാലും വിനോദമായാലും അതൊക്കെ തന്നെ നമ്മുടെ വരുമാനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ നിങ്ങൾ പഠിക്കുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ട വേറൊന്നാണ് കടം വേഗത്തിൽ വീടുന്നതിന് വേണ്ടിയുള്ള ഒരു ഡെപ്റ്റ് മാനേജ്മെൻറ്റ്. കടം ഉണ്ടെന്ന് വയ്ക്കുക. ഉണ്ടെങ്കിൽ ആ കടം നമ്മൾ എങ്ങനെയാണ് അത് കവർ ചെയ്യുന്നത് എന്നുള്ളൊരു ധാരണ ഇല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ഐഡിയ വേണം. കാരണം കടം കൃത്യമായും കൊടുത്തില്ലെങ്കിൽ ആ കടത്തിന് നിങ്ങൾ പലിശ കൂടും. നിങ്ങൾ ഈ പ്രാവശ്യം നിങ്ങളൊരു അടച്ചില്ല എങ്കിൽ ആ പലിശ കൂടി ചേർത്തിട്ടാണ് അടുത്ത പ്രാവശ്യം നിങ്ങൾ അതിൻ്റെ പലിശ അടയ്ക്കാൻ. അപ്പോൾ ആ പലിശ കൂടി ചേരും എന്ന് മനസ്സിലാക്കുക. പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ നേരത്തെ പലിശയ്ക്ക് മേൽ പലിശ ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല എന്നുള്ളത് കൊണ്ട് മുതലും പലിശയും നിങ്ങൾ EMI ആയിട്ട് അടയ്ക്കാനുള്ളത് അടച്ചില്ലെങ്കിൽ അത് കൂടി ഈ ക്യാപിറ്റലിൽ ചേർത്തിട്ട് അടുത്ത തവണ അതിൻ്റെ ഇൻട്രസ്റ്റ് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ പലിശ കൂടുതൽ നിങ്ങൾ അടയ്ക്കേണ്ടി വരും എന്നുള്ളത് ഓർത്തിരിക്കുക. ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് വരാം, ഉയർന്ന തരത്തിൽ പലിശ കൊടുക്കേണ്ടി വരുന്ന ഏതെങ്കിലും ലോൺ ഉണ്ടെങ്കിൽ അതിന് ആദ്യ പരിഗണന കൊടുക്കണം. കൂടുതൽ ലോൺ വരുന്ന കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്ന ലോൺ ഫസ്റ്റിലെ അടച്ച് തീർക്കണം. അതിൻ്റെ EMI ആദ്യം നിങ്ങൾ അടയ്ക്കണം. എല്ലാം ക്രമീകരിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇത് അടച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ലോൺ ആ തരത്തിൽ ക്രമീകരിച്ച് ശ്രദ്ധയോടുകൂടി ഒരു പ്ലാനിങ് ഉണ്ടാക്കാൻ നിങ്ങൾ മനസ്സിലാക്കുകയും വേണം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു പ്രധാന കാര്യം, ഒരു അവസാനത്തെ കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഇനി പറയുന്നത്. നമ്മുടെ അനാവശ്യ ചെലവുകൾ നമ്മൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് കടം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും, കടം ഇല്ലെങ്കിലും നിങ്ങൾ അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുക തന്നെ വേണം. അതെല്ലാം ആവശ്യമല്ലേ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ മറുപടിയില്ല. ആവശ്യങ്ങളും അനാവശ്യങ്ങളുമുണ്ട്. നമ്മൾ ആവശ്യങ്ങളെക്കാളേറെ അനാവശ്യങ്ങൾക്ക് ചെലവഴിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അനാവശ്യ ചെലവുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ദൂർത്തടിക്കുന്നതിൻ്റെ ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. ചെലവുകൾ അനാവശ്യമാണ്. നമുക്കിപ്പോൾ ആവശ്യത്തിന്, ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വിവാഹത്തിനും പുതിയ വസ്ത്രം എടുക്കണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്ന മലപ്പുറത്തെ പെണ്ണുങ്ങളുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം മുസ്ലിങ്ങളുടെ ഇടയിൽ ഏത് പുതിയ കല്യാണം വന്നാലും അവർക്ക് പുതിയ ഡ്രസ്സ് വേണം. പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ പല ഭാര്യമാരും പിണങ്ങും. ഞാൻ മലപ്പുറത്തുകാരനല്ല കേട്ടോ, അവിടെ നടക്കുന്ന പല സുഹൃത്തുക്കളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. വീട്ടിൽ കലാപങ്ങളുണ്ടാകും, പൊട്ടിത്തെറി ഉണ്ടാകും, കല്യാണത്തിന് പോവില്ല. കാരണം കല്യാണത്തിന് പുതിയ ഡ്രസ്സ് ഉടുത്തേ പോകാൻ പറ്റൂ. എന്തിനാണ് അങ്ങനെയുള്ള കോപ്രായം കാട്ടുന്നത്? ഉള്ളതിൽ നല്ല ഒരു ഡ്രസ്സ് എടുത്ത് ഉടുത്തുകൊണ്ട് പോവുക.
ഭർത്താവിന് കടം വാങ്ങി ഡ്രസ്സ് വാങ്ങി ഉടുത്തുകൊണ്ട് കല്യാണം കൂടാൻ പോകണമെന്ന് വെക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് സമാധാനം കിട്ടും, സന്തോഷം കിട്ടും, നിങ്ങളുടെ വീടിനൊരു പ്ലാനിങ് ഉണ്ടാവും, നിങ്ങളുടെ കുട്ടികൾ നല്ല നിലയിൽ വളരും, നിങ്ങൾക്ക് ശാന്തമായ സുന്ദരമായ ഒരു ഉറക്കം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം ദയവ് ചെയ്തൊന്ന് മനസ്സിൽ വെക്കുക. ഇതൊക്കെ ശരിക്കും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ ചില ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. എൻ്റെ മാത്രം പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ അതിനെടുത്ത് കളയരുത്. പക്ഷേ നിങ്ങളിത് ശീലിച്ചു കഴിഞ്ഞാൽ, പരിചയപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങളുടെ അനുഭവത്തിൽ ഇത് തരുന്ന ഒരു സുഖം, സന്തോഷം, സമാധാനമുണ്ടല്ലോ, അത് വളരെ വലുതാണ്. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നന്ദി.